ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ നെഗറ്റീവ് റിവ്യൂകളെയും മറികടന്നുകൊണ്ട് അർജുൻ അശോകന്റെ തലവര മാറ്റിയെഴുതിയ സിനിമയാണ് സുമതി വളവ്. 2025 ആഗസ്റ്റ് 1 തിയേറ്ററിലെത്തിയ ഈ സിനിമ 2025 മലയാള സിനിമകളിലെ 14ാമത്തെ വിജയ സിനിമ കൂടിയാണ്. അഭിലാഷ് പിള്ള തിരക്കഥ എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ 21 ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരള കളക്ഷനായി 21,40,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 21 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 19,06,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 26,50,00,000 റേഞ്ചിലുമാണ്. അതേസമയം അർജുൻ അശോകന്റെ ഈ ആഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ മലയാള സിനിമ തലവര ഇന്ന് ആഗസ്റ്റ് 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ചിത്രം ഡയറക്ട് ചെയ്യുന്നത് അഖിൽ അനിൽകുമാറാണ്. അഖിൽ അനിൽകുമാർ, അപ്പു അസ്ലം എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. രേവതി ശർമ്മ, അശോകൻ, ദേവദർശിനി, ശരത് സഭ, പ്രശാന്ത് മുരളി, അഭിരാം രാധാകൃഷ്ണൻ, ആതിര മറിയം, സാം മോഹൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ DOP ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് അനീഷും എഡിറ്റിംഗ് രാഹുൽ രാധാകൃഷ്ണനുമാണ്. സെൻട്രൽ പിക്ചേഴ്സാണ് ഈ സിനിമ വിതരണത്തിനെത്തിക്കുന്നത്. ശബരീഷ് നന്ദ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്ന് ആഗസ്റ്റ് 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് ത്രില്ലർ സിനിമയാണ് ഇന്ദ്ര. വസന്ത് രവി, മിഹ്രീം പ്രസാദ, സുനിൽ, അനിക സുരേന്ദ്രൻ, കല്യാൺ എന്നിങ്ങനെയാണ് താരങ്ങൾ. പ്രഭു രാഘവ് ഛായാഗ്രഹണവും എഡിറ്റിംഗ് രവീൻ KL-ഉമാണ്. സംഗീതം പകർന്നിരിക്കുന്നത് അജ്മൽ തഹസീനാണ്. തെലുങ്ക്, മലയാളം എന്നിങ്ങനെ 2 ഭാഷകളിൽ ചിത്രീകരണം പൂർത്തിയായി ഇന്ന് ആഗസ്റ്റ് 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ സിനിമയാണ് പരത. പ്രവീൺ കൺട്രേഗുല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ, സംഗീത കൃഷി എന്നിങ്ങനെയാണ് താരങ്ങൾ. മൃദുൽ സുജിത് സെൻ ഛായാഗ്രഹണവും ധർമ്മേന്ദ്ര കക്കരാല എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഗോപി സുന്ദറാണ് സംഗീതം പകർന്നത്. ആനന്ദ മീഡിയ ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥ സംവിധാനം ചെയ്ത കൂലി എന്ന സിനിമ ആഗസ്റ്റ് 14 തിയേറ്ററിലെത്തിയത്. ആദ്യ 4 ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയെടുത്തുകൊണ്ടിരുന്ന ഈ സിനിമ പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ചിത്രം 7ാം ദിവസമായ ബുധനാഴ്ച കേരള കളക്ഷനായി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരള കളക്ഷനായി 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 23,36,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 7ാം ദിവസമായ ബുധനാഴ്ച തമിഴ്നാട് കളക്ഷനായി ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് 4,50,00,000 ആയിരുന്നുവെങ്കിൽ 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് 4 കോടി രൂപയാണ്. ആദ്യ 8 ദിവസം കൊണ്ട് 116,25,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷനായി മാത്രം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 8 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 278 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 443,50,00,000 രൂപയാണ് വിവിധ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. കൂലിക്കൊപ്പം ക്ലാഷ് റിലീസായി ആഗസ്റ്റ് 14 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് വാർ 2. ഹൃതിക് റോഷൻ, കിയാര അദ്വാനി, ജൂനിയർ NTR അഭിനയിച്ച ഈ സിനിമ അയാൻ മുഖർജിയാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമ 7ാം ദിവസമായ ബുധനാഴ്ച കേരളത്തിൽ 6,50,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് 6 ലക്ഷം രൂപയാണ്. ആദ്യ 8 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,94,00,000 രൂപയുമാണ്. വാർ 2 ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 314,80,00,000 രൂപയാണ്. വമ്പൻ തരംഗമായി ഇപ്പോഴും മികച്ച ഹോൾഡുകളിലെത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ. 28ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയും 3 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. ആദ്യ 28 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 261 കോടി രൂപയും 28 ദിവസത്തെ വിദേശ കളക്ഷനായി 24 കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 28 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 285 കോടി രൂപയാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.